സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി എന്ന മൊഡ്യൂളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ മൊഡ്യൂളിന്റെ അവസാനത്തോടെ ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം. സാധാരണയായി പരിക്കേറ്റ സോഫ്റ്റ് ടിഷ്യൂകൾ തിരിച്ചറിയുക, ഒരു ക്ലോസ്ഡ് മുറിവിന്റെ പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് അഥവാ PHD തിരിച്ചറിയുക, ഓപ്പൺ ഇഞ്ചുറിയുടെ പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് തിരിച്ചറിയുക, കണ്ണ്, ചെവി, മൂക്ക്, കഴുത്ത് എന്നിവയുടെ PHD പട്ടികപ്പെടുത്തുക, ഉദര ജനനേന്ദ്രിയ മുറിവുകളുടെ PHD പട്ടികപ്പെടുത്തുക, ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്തെ രക്തസ്രാവം നിയന്ത്രിക്കാൻ ഡ്രസ്സിങ്ങുകളുടെയും ബാൻഡേജുകളുടെയും ഉപയോഗം വിശദീകരിക്കുക, വളണ്ടിയർമാരുടെ പ്രവർത്തനം വിവരിക്കുക. ഈ മൊഡ്യൂളിൽ സാധാരണ സോഫ്റ്റ് ടിഷ്യൂ പരിക്കുകളെക്കുറിച്ചും അത് ബാധിച്ചവരുടെ പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റുകളെക്കുറിച്ചും ചർച്ച ചെയ്യാം. സോഫ്റ്റ് ടിഷ്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മൃദുവായ ടിഷ്യൂകൾ ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെ ബന്ധിപ്പിക്കുകയും അവയ്ക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നു. ശരീരത്തിന്റെ മിക്ക ഭാഗങ്ങളിലും സോഫ്റ്റ് ടിഷ്യൂകൾ അടങ്ങിയിരിക്കുന്നു. ലിംഫ്, ഞരമ്പുകൾ, രക്തക്കുഴലുകൾ, കൊഴുപ്പ് പേശികൾ, ടെൻഡനുകൾ, ലിഗമെന്റുകൾ, തരുണാസ്ഥി എന്നിവയാണ് പ്രധാനപ്പെട്ട സോഫ്റ്റ് ടിഷ്യൂകൾ. ട്രോമയുടെയോ മറ്റ് ഘടകങ്ങളുടെയോ മറ്റ് ആഘാതങ്ങളുടെയോ ഭാഗമായി വേഗത്തിലുള്ളതോ അപ്രതീക്ഷിതമായ ചലനങ്ങൾ മൂലമാണ് ഭൂരിഭാഗം സോഫ്റ്റ് ടിഷ്യൂ പരിക്കുകളും ഉണ്ടാകുന്നത്. എന്നിരുന്നാലും നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ അമിതോപയോഗം മൂലം ടെൻഡനുകളും മൃദുവായ ടിഷ്യൂകളും കേടുപാട് വരാൻ സാധ്യതയുണ്ട്. ഇനി ഇടയ്ക്കിടെ പരിക്കേൽക്കുന്ന സോഫ്റ്റ് ടിഷ്യൂകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലിഗമെന്റ്സ്, മസിൽ, ടെൻഡനുകൾ, നെർവ്, ബോൺ, തരുണാസ്ഥികൾ എന്നിവയാണ് അവ. ഓരോന്നിലും അറിയാൻ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക. ആന്റീരിയർ ക്രൂസിയേറ്റ് ലിഗമെന്റ്, കാൽമുട്ടിലെ മീഡിയൽ കൊളാറ്ററൽ ലിഗമെന്റ്, കൈത്തണ്ടയിലെയോ കൈയിലെയോ അൾനാർ കൊളാറ്ററൽ ലിഗമെന്റ്, കശേരുക്കളിലെ ഇന്റർസ്പിനസ് ലിഗമെന്റ് എന്നിവയാണ് പതിവായി പരിക്കേൽക്കുന്ന ലിഗമെന്റുകൾ. കൈയുടെ മുൻഭാഗത്തെ ബൈസെപ്സ് ബ്രാക്കി, തുടയിലെ റെക്ടസ് ഫെമോറിസ്, വയറിലെ ട്രാൻസ്വേഴ്സ് അബ്ഡോമിനസ് എന്നിവയാണ് ഇടയ്ക്കിടെ പരിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പേശികൾ. കാൽമുട്ടിലെ പാറ്റലാർ ടെൻഡോൺ അല്ലെങ്കിൽ അക്കിലസ് ടെൻഡോൺ, താഴത്തെ കാലിലെ ബൈസെപ്സ് ടെൻഡൺ, തോളിലെയോ കൈമുട്ടിലെയോ ബൈസെപ്സ് ടെൻഡോൺ എന്നിവയാണ് പതിവായി പരിക്കേൽക്കുന്ന ടെൻഡനുകൾ. തോളിലെ ബ്രാക്കിയൽ പ്ലെക്സസ്, കാൽമുട്ടിലെയോ കൈയിലെയോ അൾനാർ നാഡി, കണങ്കാലിലെയോ കാലിലെയോ പെരോണൽ നാഡി, തലയിലെയോ തലയോട്ടിയിലെയോ ഞരമ്പുകൾ എന്നിവയാണ് ഇടയ്ക്കിടെ പരിക്കേൽക്കുന്ന ഞരമ്പുകൾ. കാലിലെ തുടയെല്ല്, കൈയിലെ ഹ്യൂമറസ്, ശരീരത്തിലെ വാരിയലുകൾ, കാലിലെ മെറ്റാർസലുകൾ, കൈയിലെ മെറ്റാകാർപ്പലുകൾ എന്നിവയാണ് അടിക്കടി പരിക്കേൽക്കുന്ന അസ്ഥികൾ. തരുണാസ്ഥികളിൽ കാൽമുട്ടിലെ മെനിസ്കി, നട്ടെല്ലിലെ ഇന്റർഗ്രട്ടൽ ഡിസ്കുകൾ, ഇടുപ്പിലെ അസറ്റാബുലം എന്നിവയ്ക്ക് പതിവായി പരിക്കേൽക്കുന്നു. ഇപ്പോൾ സോഫ്റ്റ് ടിഷ്യൂകളെ കുറിച്ച് നിങ്ങളുടെ ധാരണ പരിശോധിക്കാൻ നമുക്ക് ഒരു പ്രവർത്തനം നടത്താം. ഉചിതമായ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വാക്യം പൂർത്തിയാക്കി സമർപ്പിക്കുക. തുടർന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ക്ലോസ്ഡ് ഇഞ്ചുറികളെ കുറിച്ച് പഠിക്കാം. ചർമ്മം കേടുകൂടാതിരിക്കുന്ന മുറിവുകളാണ് ക്ലോസ്ഡ് ഇഞ്ചുറി എന്നറിയപ്പെടുന്നത്. താഴെ ഭാഗത്തുള്ള ടിഷ്യൂ ഈ മുറിവുകളിൽ വെളിപ്പെടുന്നില്ല. അടഞ്ഞ മുറിവുകൾ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇഞ്ചുറി ചർമ്മത്തിന് ഉപരിപ്ലവമായ ദോഷം വരുത്താം, അല്ലെങ്കിൽ ചിലപ്പോൾ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ വരുത്താം. ചെറിയ മുറിവുകൾ സാധാരണയായി ഗുരുതരമല്ല, എന്നാൽ കൂടുതൽ ഗുരുതരമായ പരിക്കുകൾ മാരകമായേക്കാം. ക്ലോസ്ഡ് ഇഞ്ചുറി സാധാരണയായി വീഴ്ചയിൽ നിന്നോ വാഹനാപകടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നേരിട്ടുള്ള ആഘാതത്തിന്റെയോ ഫലമാണ്. ചർമ്മം കേടുകൂടാതെയാണെങ്കിലും കേടുപാടുകൾ അടിയിലെ പേശികളിലേക്കും ആന്തരിക അവയവങ്ങളിലേക്കും എത്തിപ്പെടാം. അടഞ്ഞ മുറിവുകൾ തിരിച്ചറിയാൻ നിരവധി മാർഗങ്ങളുണ്ട്. വീക്കം, ടെൻഡർനെസ്,
നിറവ്യത്യാസം, വൈകല്യം എന്നിവയാണ് അവ. ഇനി ക്ലോസ്ഡ് ഇഞ്ചുറിയുടെ തരങ്ങൾ നമുക്ക് നോക്കാം. അടഞ്ഞ മുറിവുകൾ അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇഞ്ചുറിയുടെ തരങ്ങൾ കൺട്യൂഷൻ, ഹെമറ്റോമ, ക്രഷ് ഇഞ്ചുറി എന്നിവയാണ്. കൂടുതൽ അറിയാൻ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുക. കൺട്യൂഷൻ എന്നത് നേരിട്ടുള്ള ആഘാതം മൂലം ചെറിയ രക്തക്കുഴലുകൾക്കും കാപ്പിലറികൾക്കും പേശികൾക്കും അടിയിലെ കോശങ്ങൾക്കും അതുപോലെ ആന്തരിക അവയവങ്ങൾക്കും ചില സന്ദർഭങ്ങളിൽ എല്ലുകൾക്കും കേടുവരുത്തുന്ന അപകടമാണ്. ചർമ്മത്തിന്റെ മുറിവേറ്റ ഭാഗത്ത് ചുവപ്പ് മുതൽ നീല കലർന്ന നിറവ്യത്യാസത്തോടു കൂടി വേദനാജനകമായ ചതവായി ഈ മുറിവുകൾ കാണപ്പെടുന്നു. ഹേമറ്റോമ എന്നത് രക്തക്കുഴലുകൾക്കും കാപ്പിലറികൾക്കും കേടുപാട് വരുത്തുന്ന ഏതെങ്കിലും പരിക്കുകൾ ആകാം. ഇത് വളരെ പരിമിതമായ സ്ഥലത്ത് രക്തം ശേഖരിക്കപ്പെടുന്നതിന് കാരണമാകുന്നു. ഹേമറ്റോമ സാധാരണയായി വേദനാജനകമായ സ്പോഞ്ച് പോലുള്ള റബ്ബർ പോലുള്ള മുറിവുകളായി കാണപ്പെടുന്നു. ആഘാതത്തിന്റെ തീവ്രതയെയും സ്ഥലത്തെയും ആശ്രയിച്ച് ഇത് ചെറുതോ വലുതോ ആകാം. ശരീരത്തിനുള്ളിൽ ആഴത്തിലുള്ളതുമായ ചർമ്മത്തെ ഇത് ബാധിച്ചേക്കാം. ക്രഷ് ഇഞ്ചുറി ശരീരത്തിന്റെ ഒരു ഭാഗം രണ്ട് പ്രതലങ്ങൾക്കിടയിൽ ഞെരുങ്ങുന്ന ബാഹ്യമായ ഉയർന്ന മർദ്ദം മൂലമാണ് സാധാരണയായി ക്രഷ് ഇഞ്ചുറികൾ ഉണ്ടാകുന്നത്. മുറിവിന്റെയും വേദനയുടെയും അളവ്, ആഘാതത്തിന്റെ സ്ഥലം, വലിപ്പം, ദൈർഘ്യം, ശക്തി എന്നിവയെ ആശ്രയിച്ച് ചെറിയ ചതവ് മുതൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തകരുന്നതിലേക്ക് വരെ ഇത് എത്തപ്പെടാം. ഇത്തരം സാഹചര്യങ്ങളിൽ പരിക്ക് ജീവന് ഭീഷണിയാകുന്നത് തടയാൻ പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് അഥവാ PHD നിർണായകമാണ്. അതിനാൽ ക്ലോസ്ഡ് ഇഞ്ചുറികൾക്കുള്ള പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ക്ലോസ്ഡ് ഇഞ്ചുറിക്കുള്ള പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് വിവിധ ഓപ്ഷനുകൾ ഇവയൊക്കെയാണ്. റൈസ് രീതി പ്രയോഗിക്കുക, അതായത് റെസ്റ്റ്, ഐസ്, കംപ്രഷൻ, എലിവേഷൻ എന്നിവയാണ് അത്. അടുത്തതായി റൈസ് രീതിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കാം. പ്രാരംഭ 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ വിശ്രമം ശുപാർശ ചെയ്യുന്നു. അതിനുശേഷം മിതമായ പ്രവർത്തനം ആരംഭിക്കാം. 40 മുതൽ 45 മിനിറ്റ് വരെ ഇടവേളകളിൽ 20 മിനിറ്റിൽ കൂടുതൽ ഐസ് പുരട്ടുക. പരമാവധി 48 മണിക്കൂർ വരെ ഈ രീതി ഉപയോഗിക്കുക. കംപ്രസ് രീതി എഡമറ്റസ് വീക്കം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നു. സിരകളിലെ വ്യവസ്ഥാപരമായ രക്തചംക്രമണത്തിലേക്ക് രക്തം മടങ്ങുന്നത് വർദ്ധിപ്പിച്ച് വീക്കം കുറയ്ക്കാൻ എലിവേഷൻ ലക്ഷ്യമിടുന്നു. തുടർന്ന് ആന്തരിക രക്തസ്രാവത്തെ സൂചിപ്പിക്കുന്ന സുപ്രധാന ലക്ഷണങ്ങളിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾക്കായി രോഗിയെ നിരീക്ഷിക്കുക. ഒരു ഡോക്ടർ രോഗിയെ ചികിത്സിക്കണം. ഷോക്കിന് വേണ്ടി ചികിത്സ നൽകുക. രോഗിയെ ഉടൻ മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോകുക. അടുത്തതായി ഓപ്പൺ ഇഞ്ചുറികളെ കുറിച്ച് പഠിക്കാം. ഓപ്പൺ ഇഞ്ചുറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചർമ്മം കീറുകയോ മുറിക്കുകയോ ചെയ്യുന്നതാണ്. അടിവശത്തുള്ള ടിഷ്യൂകൾ വെളിവാകും. തുറന്ന മുറിവ് അല്ലെങ്കിൽ ഓപ്പൺ ഇഞ്ചുറി എന്നത് കത്തി കൊണ്ടുള്ള മുറിച്ചതുപോലെ ചർമ്മത്തിലോ മറ്റോ ഉള്ള മുറിവുകളാണ്. വീഴ്ചകൾ, മൂർച്ചയുള്ള വസ്തുക്കൾ തെറ്റായി കൈകാര്യം ചെയ്യൽ, ഉപകരണങ്ങളോ യന്ത്രങ്ങളോ കൊണ്ടുള്ള അപകടങ്ങൾ, റോഡ് അപകടങ്ങൾ എന്നിവയാണ് ഓപ്പൺ ഇഞ്ചുറിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇനി പ്രധാനപ്പെട്ട ഓപ്പൺ ഇഞ്ചുറികൾ നമുക്ക് പരിശോധിക്കാം. ഉരച്ചിലുകൾ, മുറിവുകൾ, ക്രമമായതും ക്രമരഹിതവുമായവ, തുളച്ചു കയറുന്നതും തുളച്ചു കയറാത്തതുമായ മുറിവുകൾ, അവൽഷൻ, ഛേദനം, ചതഞ്ഞ പരിക്കുകൾ, തുറന്നതോ അടഞ്ഞതോ, വെടിയേറ്റ മുറിവുകൾ, കത്തി കുത്തിയതുപോലുള്ള മുറിവുകൾ എന്നിവയാണ് അവ. കൂടുതൽ അറിയാൻ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുക. കഠിനവും പരിക്കനുമായ പ്രതലത്തിൽ ചർമ്മത്തിൽ ഉരസുകയോ ചുരണ്ടുകയോ ചെയ്യുന്നതുകൊണ്ടാകുന്ന മുറിവാണ് ഉരച്ചിൽ അഥവാ അബ്രേഷൻ. ഇത്തരത്തിലുള്ള മുറിവിൽ രക്തസ്രാവം സാധാരണയായി പരിമിതമാണ്. പക്ഷേ അണുബാധ ഒഴിവാക്കാൻ ചർമ്മം വൃത്തിയാക്കണം. സാധാരണയായി ഉരച്ചിലുകളിൽ സ്ക്രാപ്പുകളും പോറലുകളും ഉൾപ്പെടുന്നു. ചർമ്മത്തിന്റെ പുറംപാളിക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. അത്തരം മുറിവുകളിൽ എല്ലാ പാളികളും തുളച്ചു കയറുന്നില്ല. ലാസറേഷൻ അഥവാ മുറിവ് എന്നത് ത്വക്കിൽ ഉണ്ടാകുന്ന ഒരു തരം ഇഞ്ചുറിയാണ്. ഇത് അബ്രേഷനിൽ നിന്ന് വ്യത്യസ്തമായി ചർമ്മത്തിന് നഷ്ടം സംഭവിക്കുന്നില്ല. സാധാരണയായി ഗ്ലാസ് കഷ്ണം പോലെയുള്ള അപകടങ്ങൾ കൊണ്ടാണ് ചർമ്മത്തിന് മുറിവ് സംഭവിക്കുന്നത്. ഈ മുറിവിൽ നിന്ന്
രക്തസ്രാവം ഇനി പറയുന്ന സ്വഭാവ സവിശേഷതകളുള്ള വേഗത്തിലും വ്യാപകമായും ഉണ്ടായേക്കാം. മിനുസമാർന്ന ഉപകരണങ്ങൾ കൊണ്ടുള്ള കട്ട്, മൂർച്ചയുള്ള വസ്തുക്കളാൽ സംഭവിക്കുന്നത്, മൂർച്ചയേറിയ വസ്തു കൊണ്ടുള്ള കഠിനമായ പ്രഹരമോ ആഘാതമോ, ഇവയുടെ ആഴം നിർണ്ണയിക്കാൻ അസാധ്യമാണ്. ഗണ്യമായ രക്തസ്രാവം ഉണ്ടാകാം. പെനിട്രേഷൻ എന്നത് ടിഷ്യൂകളിൽ ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കുന്ന തുളച്ചുകയറുന്ന മുറിവാണ്. ചെറിയ ബാഹ്യ രക്തസ്രാവം ഉണ്ടെങ്കിൽ പോലും വെടിയേറ്റ മുറിവിലെന്ന പോലെ ആന്തരിക തകരാറിന് ഇത് ഗുരുതരമായ രക്തസ്രാവം ഉണ്ടാക്കാം. അവൽഷൻ എന്നത് കലകളെ ബലമായി കീറിമുറിക്കുന്ന തരമുള്ള മുറിവുകളാണ്. ഗൺഷോട്ടുകൾ, സ്ഫോടനങ്ങൾ, മൃഗങ്ങളുടെ കടി അല്ലെങ്കിൽ മറ്റ് ശരീരം തകർക്കുന്ന അപകടങ്ങൾ തുടങ്ങിയ അപകടങ്ങളിൽ ഇത് സംഭവിക്കാം. രക്തസ്രാവം ശക്തവും വളരെ വേഗവുമാണ്. അവൽഷൻ മുറിവുകളുടെ സവിശേഷതകൾ ഇവയൊക്കെയാണ്: ചർമ്മത്തിന്റെ ഫ്ലാപ്പുകളും പൂർണ്ണമായും അപകടത്തിൽപ്പെട്ട കലകളും. കലകളിലേക്കുള്ള ഓക്സിജൻ വിതരണം അവൽഷൻ മൂലം തടസ്സപ്പെടുന്നു. ഇനി നമുക്ക് ആംപ്യൂട്ടേഷനെ കുറിച്ച് പഠിക്കാം. ശസ്ത്രക്രിയയിലൂടെ ഒരു അവയവം നീക്കം ചെയ്യുന്നതിനെ മെഡിക്കൽ ആംപ്യൂട്ടേഷൻ എന്ന് പറയുന്നു. ഒരു ശസ്ത്രക്രിയ നടപടി എന്ന നിലയിൽ മാരകമായ അണുബാധയുള്ള ഏതെങ്കിലും അവയവം നീക്കം ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ അത്തരം പ്രശ്നങ്ങൾക്കുള്ള പ്രതിരോധ നടപടിയുമായി ഇതിനെ കണക്കാക്കാം. ഒരു സ്പെഷ്യൽ കേസ് എന്ന നിലയിൽ കൺജന്റൽ ആംപ്യൂട്ടേഷൻ നടത്തുന്നു. ആംപ്യൂട്ടേഷൻ നടത്തുമ്പോൾ കൈകാലുകൾ മുറിക്കപ്പെടുന്നു. വൻതോതിലുള്ള രക്തസ്രാവം സംഭവിക്കുന്നു. രക്തക്കുഴലുകൾ തകരുന്നു. ഇവ ട്രോമയിലുള്ള ആംപ്യൂട്ടേഷന് ഉദാഹരണങ്ങളാണ്. ക്രഷ് ഇഞ്ചുറി എന്നത് വാഹനാപകടങ്ങൾ കൊണ്ടോ നിർമ്മാണം അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന ഒന്നാണ്. വലിയ ഭൂകമ്പങ്ങൾ പോലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ കൂട്ടമരങ്ങളുടെ 3 മുതൽ 20% വരെ കെട്ടിട തകർച്ചയും മറ്റുമൂലം ഉണ്ടാകുന്ന ക്രഷ് ഇഞ്ചുറി മൂലമാണ് ഉണ്ടാകുന്നത്. വെടിയേറ്റ മുറിവിൽ നിന്നുള്ള പെട്ടെന്നുള്ള ഗുരുതരമായ രക്തസ്രാവം ഹൈപ്പോവലമിക് ഷോക്കിനുള്ള സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സുപ്രധാന അവയവങ്ങളിലേക്ക് ഓക്സിജൻ വേണ്ടത്ര വിതരണം ചെയ്യപ്പെടാത്ത അവസ്ഥയാണ് ഇത്. ട്രോമാറ്റിക് ഹൈപ്പോവലമിക് ഷോക്കിന്റെ കാര്യത്തിൽ മതിയായ ഓക്സിജൻ വിതരണം പരാജയപ്പെടുന്നത് രക്തനഷ്ടം മൂലമാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നതിനുള്ള ഏക മാർഗമാണ് രക്തം. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് തുളച്ചു കയറിയതും ഇപ്പോഴും അതേ അവസ്ഥയിൽ നിൽക്കുന്നതുമായ വസ്തുക്കളാണ് ഇംപെയിൽഡ് ഒബ്ജക്റ്റ്. ഇംപെയിൽഡിന്റെ സ്ഥാനവും വസ്തുവിന്റെ വലുപ്പവും അനുസരിച്ച് അടിയന്തര വൈദ്യസഹായം ആവശ്യമായി വന്നേക്കാം. ഇനി ഓപ്പൺ ഇഞ്ചുറിക്കുള്ള പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് അഥവാ PHD എന്താണെന്ന് നോക്കാം. മുറിവിനെ എക്സ്പോസ് ചെയ്യുക എന്നാണ് ആദ്യഘട്ടം. ഇതിൽ എല്ലാ വസ്ത്രങ്ങളും നീക്കം ചെയ്യുകയും സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി വെളിപ്പെടുത്തുകയും ചെയ്യുക. രോഗിയുടെ തലയിൽ വലിച്ചുകൊണ്ടുള്ള വസ്ത്രം നീക്കം ചെയ്യുന്നത് ഒഴിവാക്കുക. കത്രിക ഉപയോഗിച്ച് വസ്ത്രങ്ങൾ മുറിച്ചു നീക്കുക. രക്തസ്രാവത്തിന്റെ ഉറവിടം നിയന്ത്രിക്കുക എന്നതാണ് അടുത്ത ഘട്ടം. ഇത് ഡയറക്റ്റ് പ്രഷറിലോ എലിവേഷനിലോ ചെയ്യാം. രക്തസ്രാവം തുടരുകയാണെങ്കിൽ പ്രഷർ പോയിന്റുകൾ ഉപയോഗിക്കണം. അവസാനമായി മാത്രം ടോർണിക്കറ്റുകൾ ഉപയോഗിക്കുക. കണ്ടാമിനേഷൻ പൂർണ്ണമായും തടയുക. മുറിവിന്റെ ഉപരിതലത്തിന് ചുറ്റുമുള്ള എല്ലാവിധ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുക. മുറിവിൽ ഉള്ള കണങ്ങൾ നീക്കം ചെയ്യാൻ ശ്രമിക്കരുത്. വസ്ത്രവും ബാൻഡേജും നൽകുക. അണുവിമുക്തമായ ഡ്രസ്സിംഗ് ഉപയോഗിക്കുക. മുറിവ് മറയ്ക്കാൻ ബാൻഡേജ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കുക. കൂടാതെ രോഗിയെ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് കവർ ചെയ്യുക. ഷോക്കിന് വേണ്ടി ചികിത്സ നൽകുക. രോഗിയെ എത്രയും വേഗം ഏതെങ്കിലും മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോകുക. ഇനി ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ഇഞ്ചുറികളെ കുറിച്ച് നിങ്ങൾക്കുള്ള ധാരണ പരിശോധിക്കാൻ നമുക്കൊരു പ്രവർത്തനം നടത്താം. മുറിവുകൾ തിരിച്ചറിയുക. ഉചിതമായ മെഡിക്കൽ കേസിൽ ലേബലുകൾ വലിച്ചിടുക. സമർപ്പിക്കുക. തുടർന്ന് ക്ലിക്ക് ചെയ്യുക.
ഇനി രക്തസ്രാവം നിയന്ത്രിക്കാൻ ഡ്രസ്സിങ്ങിന്റെയും ബാൻഡേജുകളുടെയും ഉപയോഗത്തെക്കുറിച്ച് പഠിക്കാം. രക്തസ്രാവം നിയന്ത്രിക്കാനും കണ്ടാമിനേഷൻ തടയാനും സഹായിക്കുന്ന മുറിവ് മറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും വസ്തുവിനെ ഡ്രസ്സിംഗ് എന്ന് സൂചിപ്പിക്കുന്നു. ബാൻഡേജ് എന്നത് ഡ്രസ്സിംഗ് പൂർണ്ണമായും ആ സ്ഥലത്ത് നിൽക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെ സൂചിപ്പിക്കുന്നു. രണ്ടു തരം ഡ്രസ്സിങ്ങുകളുണ്ട്. ഒക്ലൂസീവ് ഡ്രസ്സിംഗ് എന്നാൽ മുറിവിൽ വായു കടക്കാതിരിക്കാനും ആന്തരികാവയവങ്ങളിൽ നിന്നുള്ള ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാനും ജലത്തെ പ്രതിരോധിക്കുന്ന ഏതെങ്കിലും പദാർത്ഥം ഉപയോഗിക്കുന്നു. കട്ടിയുള്ള സാനിറ്ററി ടവൽ അല്ലെങ്കിൽ സമാനമായ ഏതെങ്കിലും മെറ്റീരിയൽ പോലുള്ള 2 മുതൽ 3 സെന്റിമീറ്റർ വരെ കട്ടിയുള്ള ഒറ്റ ഡ്രസ്സിംഗ് രൂപപ്പെടുന്നതിന് നിർമ്മിച്ച ഒന്നിലധികം ഡ്രസ്സിങ്ങുകളാണ് ബൾക്കി ഡ്രസ്സിംഗ് എന്നർത്ഥമാക്കുന്നത്. ഡ്രസ്സിങ്ങുകളും ബാൻഡേജുകളും പ്രയോഗിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇവയൊക്കെയാണ്. രക്തസ്രാവം നിയന്ത്രിക്കാൻ ഡ്രസ്സിംഗ് പ്രയോഗിക്കുന്നു. അസെപ്റ്റിക് ടെക്നിക് ഉപയോഗിച്ച് നിങ്ങൾ ഡ്രസ്സിംഗ് പ്രയോഗിക്കണം. മുറിവുകൾ പൂർണ്ണമായും മൂടണം. ഡ്രസ്സിങ്ങും ബാൻഡേജും ഉറച്ചതും സുഖപ്രദവുമാണെന്ന് ഉറപ്പുവരുത്തണം. എന്നാൽ രക്തചംക്രമണത്തെ ബാധിക്കുന്ന തരത്തിൽ ഇറുകിയതാകരുത്. ഏതെങ്കിലും വസ്തുവിൽ കുടുങ്ങിയേക്കാവുന്ന അയഞ്ഞ അറ്റങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. അവസാനമായി വിരൽത്തുമ്പുകൾ മറയ്ക്കുന്നത് ഒഴിവാക്കണം. രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനുള്ള ചില പ്രാഥമിക തത്വങ്ങളുണ്ട്. അവ അലേർട്ട് നൽകുക, ഐഡന്റിഫൈ ചെയ്യുക, ഒപ്പം കംപ്രസ് ചെയ്യുക എന്നിവയാണ്. ഓരോന്നും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. ആദ്യം ഒരു അലേർട്ട് സൃഷ്ടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. നിങ്ങൾക്ക് പരിക്കേറ്റാൽ ഇരയെ സഹായിക്കാൻ സാധിക്കുകയില്ല. ഇനി നമുക്ക് ഘട്ടങ്ങൾ പരിശോധിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഈ രംഗം സുരക്ഷിതമാണെങ്കിൽ പരിക്കേറ്റ വ്യക്തിക്ക് നിങ്ങൾ പരിചരണം നൽകേണ്ടതുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടെങ്കിൽ നിങ്ങളെയും ഇരയെയും അപകടത്തിൽ നിന്ന് ഒഴിവാക്കാനും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുവാനും ശ്രമിക്കണം. അവസാനമായി ലഭ്യമായ കയ്യുറകൾ ധരിച്ച് രക്തത്തിലൂടെ പകരാവുന്ന അണുബാധകളിൽ നിന്ന് നിങ്ങൾ സ്വയം പരിരക്ഷിക്കേണ്ടതുണ്ട്. അടുത്ത ഘട്ടം എന്നത് 112ലേക്ക് അല്ലെങ്കിൽ 112ലേക്ക് വിളിക്കുകയോ മറ്റാരെയെങ്കിലും വിളിക്കാൻ ഉപദേശിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. ഇത് എമർജൻസി മെഡിക്കൽ റെസ്പോണ്ടർമാരെ അറിയിക്കുകയും സാഹചര്യത്തെ ആശ്രയിച്ച് എമർജൻസി മെഡിക്കൽ സർവീസ് അല്ലെങ്കിൽ EMS സംഭവസ്ഥലത്ത് എത്താൻ സഹായിക്കുകയും ചെയ്യും. രക്തസ്രാവം ഉണ്ടായാൽ രക്തസ്രാവത്തിന്റെ ഉറവിടം കണ്ടെത്തുക. മുറിവ് വ്യക്തമാക്കുന്നതിന് അതിന് മുകളിലുള്ള വസ്ത്രങ്ങൾ മാറ്റുക അല്ലെങ്കിൽ നീക്കം ചെയ്യുക. തുടർന്ന് ജീവൻ അപകടപ്പെടാവുന്ന രക്തസ്രാവം കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്യുക. ജീവൻ അപകടപ്പെടുത്താവുന്ന രക്തസ്രാവം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇനി നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. ജീവൻ അപകടപ്പെടുത്താവുന്ന രക്തസ്രാവത്തിന്റെ ചില സൂചകങ്ങളുണ്ട്. അവ ഇനി പറയുന്നു. അമിതമായ രക്തസ്രാവം, മുറിവിൽ നിന്നുള്ള തുടർച്ചയായ രക്തസ്രാവം, നിലത്ത് രക്തം തളം കെട്ടി കിടക്കുന്നത്, രക്തം പുരണ്ട വസ്ത്രങ്ങൾ, രക്തത്തിൽ കുറുന്ന ബാൻഡേജുകൾ, കൈകാലുകൾ അല്ലെങ്കിൽ കൈയുടെയോ കാലിന്റെയോ ഭാഗങ്ങൾ നഷ്ടപ്പെടൽ എന്നിവയാണ് അവ. കംപ്രസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ട്രോമ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇല്ലെങ്കിൽ വൃത്തിയുള്ള തുണി കൊണ്ട് മുറിവ് മൂടി മുറിവിൽ നേരിട്ട് സമ്മർദ്ദം ചെലുത്തുക. 2 കൈകൾ കൊണ്ടും നേരിട്ട് സമ്മർദ്ദം ചെലുത്തുക. ടോർണിക്കറ്റ് ലഭ്യമാണെങ്കിൽ ടോർണിക്കറ്റ് പ്രയോഗിക്കുക. കയ്യിൽ നിന്നോ കാലിൽ നിന്നോ മാരകമായ രക്തസ്രാവത്തിന് ടോർണിക്കറ്റ് ലഭ്യമല്ലാത്തതിനോ കഴുത്തിൽ നിന്നോ തോളിൽ നിന്നോ ഞരമ്പിൽ നിന്നോ ഉള്ള രക്തസ്രാവത്തിന് പാക്ക്, അതായത് രക്തസ്രാവം നിയന്ത്രിക്കുന്ന ഒരു ഹെമോസ്റ്റാറ്റിക് നെയ്തെടുത്ത വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് മുറിവ് നിറയ്ക്കുക. എന്നിട്ട് 2 കൈ കൊണ്ടും അമർത്തുക. അസാധാരണമായ ചില മുറിവുകൾ കെട്ടുന്നതിനുള്ള ചില പ്രക്രിയകൾ ഇനി നമുക്ക് പഠിക്കാം. അസാധാരണമായ മുറിവുകൾ ബാൻഡേജ് ചെയ്യുന്നതിനുള്ള നിരവധി പ്രക്രിയകളുണ്ട്. ഉദാഹരണത്തിന് തുളച്ചുകയറിയ പരിക്ക്, ഇമ്പൈൽഡ് ഒബ്ജക്റ്റ്, അവൽഷൻ അല്ലെങ്കിൽ സ്കിൻ ഫ്ലാപ്പ്, ആംപ്യൂട്ടേഷൻ അല്ലെങ്കിൽ അംഗച്ഛേദം എന്നിവ. ഓരോന്നും അറിയാൻ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക. തുളഞ്ഞു കയറിയ പരിക്കിന്റെ കാര്യത്തിൽ തുറന്ന മുറിവുകൾ പൂർണ്ണമായി മൂടുക,
സാധ്യമായ എക്സിറ്റ് മുറിവുകൾക്കായി രോഗിയെ മുഴുവനായും പരിശോധിക്കുക. ഇംപയൽഡ് ഒബ്ജക്റ്റുകളുടെ കാര്യത്തിൽ ശ്വാസനാളത്തെ തടസ്സപ്പെടുത്തുകയോ CPR നൽകുന്നതിൽ നിന്ന് എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ കുത്തിയിരിക്കുന്ന വസ്തുക്കൾ നീക്കം ചെയ്യരുത്. രക്തസ്രാവം നിയന്ത്രിക്കുക. ഒരു വലിയ ഡ്രസ്സിംഗ് ഉപയോഗിച്ച് വസ്തുവിനെ സ്ഥിരപ്പെടുത്തുക. ഒരു ബാൻഡേജ് പ്രയോഗിക്കുക. അവൾഷൻ അല്ലെങ്കിൽ സ്കിൻ ഫ്ലാപ്പിന്റെ കാര്യത്തിൽ മുറിവിന്റെ ഉപരിതലം വൃത്തിയാക്കുക. സ്കിൻ ഫ്ലാപ്പ് യഥാർത്ഥ സ്ഥാനത്തേക്ക് വയ്ക്കുക. രക്തസ്രാവം നിയന്ത്രിക്കുക. ബൾക്കി ഡ്രസ്സിംഗ് കൊണ്ട് മൂടുക. ഒരു ബാൻഡേജ് പ്രയോഗിക്കുക. ആംപ്യൂട്ടേഷൻ അല്ലെങ്കിൽ അംഗച്ഛേദത്തിന് വന്ന കാര്യത്തിൽ മുറിവ് വൃത്തിയാക്കുക. രക്തസ്രാവം നിയന്ത്രിക്കുക. ഡ്രസ്സിങ്ങും ബാൻഡേജുകളും പ്രയോഗിക്കുക. ഛേദിക്കപ്പെട്ട അംഗം തണുത്തതും ഈർപ്പുള്ളതുമായി സൂക്ഷിക്കുക. നനവുള്ളതാകരുത്. ഇനി ഡ്രസ്സിങ്ങുകളെ കുറിച്ച് നിങ്ങളുടെ ധാരണ പരിശോധിക്കാൻ നമുക്കൊരു പ്രവർത്തനം നടത്താം. ഉചിതമായ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വാക്യം പൂർത്തിയാക്കി സമർപ്പിക്കുക. തുടർന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി കണ്ണ്, ചെവി, മൂക്ക്, കഴുത്ത് എന്നിവ പോലുള്ള പ്രത്യേക സാഹചര്യങ്ങൾക്കുള്ള പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റുകൾ നോക്കാം. കണ്ണിനേറ്റ ക്ഷതം ഒരു പഞ്ചർ മുറിവുമായോ കുത്തിയ വസ്തുവുമായോ ബന്ധിക്കപ്പെട്ടതാണെങ്കിൽ ഇനി നൽകിയിരിക്കുന്ന ഘട്ടങ്ങൾ പാലിക്കണം. പരിക്കേറ്റ കണ്ണിന്റെ ചലനം തടയാൻ നല്ല കണ്ണ് ബാൻഡേജ് ചെയ്യുക. അബോധാവസ്ഥയുള്ള രോഗിയിൽ കണ്ണുകൾ ഉണങ്ങുന്നത് തടയാൻ രോഗിയെ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് മറ്റു കണ്ണുകൾ അടയ്ക്കുക. ഇത് അന്ധതയ്ക്ക് കാരണമാകും. കുത്തിയ വസ്തു ഉപയോഗിച്ച് കണ്ണിനെ കൈകാര്യം ചെയ്യുന്ന അതേ രീതിയിലാണ് പുറത്തെടുക്കുന്ന വസ്തുവും കണ്ണിനെ കൈകാര്യം ചെയ്യുക. ഐബോൾ പുറത്തുണ്ടായാൽ അത് സോക്കറ്റിലേക്ക് തിരികെ വെക്കാൻ ശ്രമിക്കരുത്. ബാൻഡേജ് പ്രയോഗിക്കുന്നതിന് മുമ്പ് ഒരു കപ്പ് അല്ലെങ്കിൽ കപ്ബോർഡ് കോൺ ഉപയോഗിച്ച് മൂടുക. സാധാരണയായി ചെവിയിൽ നിന്ന് ഒഴുകുന്ന രക്തം, തെളിഞ്ഞ ദ്രാവകം അല്ലെങ്കിൽ രക്തം കലർന്ന ദ്രാവകം എന്നിവ തലയോട്ടിയോ ഒടിവിനെയോ തലയ്ക്ക് ഗുരുതരമായ ആഘാതത്തെയോ സൂചിപ്പിക്കാം. ചെവി പരികൾക്കുള്ള പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ഇവ പ്രകാരമാണ്. ചെവി ഒരിക്കലും പരിശോധിക്കരുത്. രക്തസ്രാവം നിർത്താനും വ്യക്തമായ ദ്രാവകം പരിശോധിക്കാനും ചെവിയിൽ ഒരിക്കലും പാക്ക് ചെയ്യരുത്. അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഒരിക്കലും നിർത്തരുത്. ഇത് തലയോട്ടിയുടെ ഒടിവിനെ സൂചിപ്പിക്കുന്നതാണ്. ദ്രാവകങ്ങൾ ആഗിരണം ചെയ്യുന്നതിനായി ഓപ്പണിങ്ങിലുടനീളം അയഞ്ഞതും വൃത്തിയുള്ളതുമായ ഡ്രസ്സിങ്ങുകൾ വെക്കുക. സമ്മർദ്ദം ചെലുത്തരുത്. അത് ഗുരുതരമായിരിക്കാം. അവഗണിക്കാൻ പാടില്ല. ആഘാതത്തിൽ കലാശിക്കുന്ന കാര്യമായ രക്തനഷ്ടം ഉണ്ടാക്കും. രോഗിക്ക് സംശയാസ്പദമായ തലയോട്ടി ഒടിവോ നട്ടലിന് പരിക്കോ ഉണ്ടെങ്കിൽ രക്തസ്രാവം നിർത്താൻ ശ്രമിക്കരുത്. ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ഇപ്രകാരമാണ്. തുറന്ന വായുമാർഗം പരിപാലിക്കുക. നാസാരന്ധ്രങ്ങൾ ഒരുമിച്ച് പിഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ ചുണ്ടിന് മുകളിലും മോണയ്ക്ക് ഇടയിലും ഡ്രസ്സിംഗ് വയ്ക്കുക. മർദ്ദം ചെലുത്തുക. രോഗിയെ ഇരുത്തി നിശ്ചലമാക്കുക. മൂക്കിനുള്ളിൽ കണ്ടേക്കാവുന്ന ഒരു വസ്തുവും നീക്കം ചെയ്യരുത്. അവൾഷണങ്ങൾക്ക് ഒരു കംപ്രസീവ് ഡ്രസ്സിംഗ് ഉപയോഗിക്കുക. കഴുത്തിന് പരിക്കേൽക്കുമ്പോൾ ദൃശ്യമായ മുറിവുകളോ മറ്റു പരിക്കുകളോ വൻ രക്തസ്രാവത്തിന് അല്ലെങ്കിൽ എയർ എംബോളിസത്തിന് കാരണമാകും. ചിലപ്പോൾ ഇത് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശബ്ദം നഷ്ടപ്പെടാൻ ഇടയാക്കുന്നു. കഴുത്തിന് പരിക്കേൽക്കുന്നതിനെ കുറിച്ചുള്ള പ്രീ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് ഇപ്രകാരമാണ്. എയർവേ തുറന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മുറിവിന് മേൽ കയ്യുറുകൾ ധരിച്ച ഒക്ലൂസീവ് ഡ്രസ്സിംഗ് പ്രയോഗിക്കുക. ആവശ്യാനുസരണം മർദ്ദം ചെലുത്തുക. ഡ്രസ്സിംഗിൽ ബാൻഡേജ് വെക്കുക. സെർവിക്കൽ കോളർ ഉപയോഗിക്കുക. വയറിനും ജനനേന്ദ്രിയത്തിനുമുള്ള പരിക്കുകൾ അടുത്തതായി നോക്കാം. അടിവയറ്റിൽ കട്ടിയുള്ളതും പൊള്ളയായതുമായ അവയവങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇവയിൽ ആമാശയം, വൻകുടൽ, ചെറുകുടൽ എന്നിവ ഉണ്ട്. കൂടാതെ കട്ടിയുള്ള അവയവങ്ങളായ കരൾ, പ്ലീഹ തുടങ്ങിയ അവയവങ്ങളുടെ വിള്ളൽ പോലും ഗുരുതരമായ രക്തസ്രാവത്തിന് കാരണമാകും. അടിവയറ്റിലെ പരിക്കുകളെ കുറിച്ച് ചില ചികിത്സാ നടപടിക്രമങ്ങൾ നോക്കാം. അടിവയറ്റിലെ പരിക്കുകൾ ചികിത്സിക്കുന്ന നടപടികൾ ഇപ്രകാരമാണ്. രോഗി ഛർദ്ദിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. എല്ലാ മുറിവുകളും മൂടുക. തുറന്ന ആന്തരിക അവയവങ്ങൾ തിരികെ വയ്ക്കാൻ ശ്രമിക്കരുത്. കട്ടിയുള്ളതും നനഞ്ഞതുമായ അണുവിമുക്തമായ ഡ്രസ്സിംഗ് ഉപയോഗിക്കുക. ഒക്ലൂസീവ് ഡ്രസ്സിംഗിന് മുകളിൽ ഒരു ഡ്രസ്സിംഗ് അല്ലെങ്കിൽ ടവൽ വെച്ചുകൊണ്ട് ഓപ്പണായിട്ട് സ്ഥലം ചൂടാക്കുക. സുപ്രധാനമായ അടയാളങ്ങൾ നിരന്തരം നിരീക്ഷിക്കുക. രോഗിയെ സുപ്പൈൻ പൊസിഷനിൽ കിടത്തുക. ഷോക്കിന് വേണ്ടി ചികിത്സിക്കുക.
ജനനേന്ദ്രിയത്തിലും പരിക്കുകൾ ഉണ്ടാകാം. ജനനേന്ദ്രിയത്തിലെ മുറിവുകൾ മറ്റേതൊരു മുറിവുകളെയും പോലെ ചികിത്സിക്കണം. എന്നിരുന്നാലും രോഗിയുടെ സ്വകാര്യത സംരക്ഷിക്കണം. സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി ഉള്ള സമയത്ത് സന്നദ്ധ പ്രവർത്തകരുടെ റോൾ പരിശോധിക്കാം. സംഭവസ്ഥലത്ത് നിലവിലുള്ള അപകട സാധ്യത നീക്കി ഇരകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സന്നദ്ധ പ്രവർത്തകർ സഹായിക്കും. പരിക്കേറ്റ ഇരകളെ സ്വമേധയോ അല്ലെങ്കിൽ സ്ട്രക്ചറിലോ ചുമക്കുന്നതിന് സന്നദ്ധ പ്രവർത്തകർക്ക് സഹായിക്കാം. പരിക്കേറ്റ ഇരയുടെ ഡ്രസ്സിങ്ങിലും മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർമാരായി പ്രവർത്തിക്കാനും സന്നദ്ധ പ്രവർത്തകർ സഹായിക്കാം. അടിസ്ഥാന ലൈഫ് സപ്പോർട്ട് ബേസിക് ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിന്റെ പരിപാലനത്തിൽ വളണ്ടിയർമാർക്ക് മെഡിക്കൽ സ്റ്റാഫിനെ സഹായിക്കാം. ഇതോടെ ഈ മൊഡ്യൂളിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു. ഇനി ഈ മൊഡ്യൂളിൽ ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ സംഗ്രഹിക്കാം. സോഫ്റ്റ് ടിഷ്യൂ എന്നത് ലിംഫ് കോശങ്ങൾ, ഞരമ്പുകൾ, രക്തക്കുഴലുകൾ, കൊഴുപ്പ്, പേശികൾ, ടെൻഡനുകൾ, ലിഗമെന്റുകൾ, തരുണാസ്ഥി, മറ്റ് കലകൾ എന്നിവ ഉൾപ്പെടുന്നു. ജീവൻ അപകടപ്പെടുത്തുന്ന രോഗമോ പരിക്കോ വഷളാകുന്നത് തടയാൻ ഓപ്പൺ ഇഞ്ചുറികൾ, കണ്ണ്, ചെവി, മൂക്ക്, കഴുത്ത്, വയറിലെ പരിക്കുകൾ, ജനനേന്ദ്രിയ മുറിവുകൾ എന്നിവ ചികിത്സിക്കാൻ ആശുപത്രിക്ക് മുമ്പുള്ള പരിചരണം അത്യാവശ്യമാണ്. അലേർട്ട്, ഐഡന്റിഫൈ, കംപ്രസ് എന്നിവയാണ് രക്തസ്രാവ നിയന്ത്രണത്തിന്റെ പ്രാഥമിക തത്വങ്ങൾ. രക്തസ്രാവം തടയുന്നതിനും അണുബാധ തടയുന്നതിനും സഹായിക്കുന്നതിനും മുറിവിൽ പുരട്ടുന്ന ഏതൊരു വസ്തുവിനെയും ഡ്രസ്സിംഗ് എന്ന് പറയുന്നു. ഒരു ഡ്രസ്സിംഗ് അത് സ്ഥലത്ത് കൃത്യമായി ഉറപ്പിച്ചു നിർത്താൻ ഉപയോഗിക്കുന്നതിനെ ബാൻഡേജ് എന്ന് വിളിക്കുന്നു. ഒക്ലൂസീവ് ഡ്രസ്സിംഗ്, ബൾക്കി ഡ്രസ്സിംഗ് എന്നിവയാണ് രണ്ട് തരം ഡ്രസ്സിംഗ്. രക്തസ്രാവം നിയന്ത്രിക്കാനും അസെപ്റ്റിക് ടെക്നിക് ഉപയോഗിച്ച് ഡ്രസ്സിംഗ് ഉപയോഗിക്കാനും ഡ്രസ്സിംഗുകൾ ഉപയോഗിക്കുന്നു. രക്തചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ഇറുകിയിരിക്കാതെ ബാൻഡേജും ഡ്രസ്സിംഗും സുഖകരവും സുരക്ഷിതവുമാണെന്ന് ഉറപ്പാക്കണം. ഇനി നിങ്ങളുടെ ധാരണ പരിശോധിക്കേണ്ട സമയമാണ്. നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. എല്ലാ ചോദ്യങ്ങളും ഒരുപോലെ തൂക്കമുള്ളവയാണ്. ഈ മൊഡ്യൂൾ വിജയകരമായി പൂർത്തിയാക്കാൻ 60% സ്കോർ ചെയ്യേണ്ടതുണ്ട്. ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ഉചിതമായ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. നന്ദി, നിങ്ങൾ ഈ മൊഡ്യൂൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു.